നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഈ നിയമം പറയുന്നത് വസ്തുവിന്റെ ചലനത്തിന്റെ മാറ്റം നേരിട്ട് അതിനോട് ബാധിക്കുന്ന ശക്തിയുമായി കൂടും. എന്നാൽ വസ്തുവിന്റെ ഭാരം അതിന്റെ വേഗതാ മാറ്റത്തെ എതിർ കണ്ടുവരും. സാധാരണയായി നമ്മൾ ഇതിനെ F=m×a എന്ന ഫോർമുലയിൽ കണ്ടുവരുന്നു. ഇവിടെ F ആണ് ശക്തി, പിന്നെ m ആണ് ഭാരം, a വേഗതയുടെ മാറ്റം, അതായത് അതിന്റെ ആക്സിലറേഷൻ. ഉദാഹരണത്തിന് ഒരു ചെറിയ പുഷ് ഉപയോഗിച്ച് ഒരു ചെറിയ ബോൾ നീങ്ങിക്കോളും. എന്നാൽ അതേ പുഷ് ഒരു വലിയ ബോളിന് കൊടുത്തിട്ട് കാര്യമില്ല. ഇതാണ് വസ്തുവിന്റെ ഭാരം അഥവാ മാസ് എന്തുകൊണ്ട് ആക്സിലറേഷനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നത്. ഇത് നമ്മുടെ ദിവസേന സംഭവിക്കുന്ന പല സംഭവങ്ങളിലും കാണാം. കാർ ഓടിക്കുമ്പോൾ കൂടുതൽ ഭാരമുള്ള കാർ കുറച്ച് ബ്രേക്ക് അല്ലെങ്കിൽ കുറച്ച് ഫോഴ്സ് ആവശ്യപ്പെടും. അതായത് അതിന്റെ ആക്സിലറേഷൻ നിയന്ത്രിക്കാൻ കുറച്ച് ശക്തി വേണം. അതുകൊണ്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ചലനത്തിനും ശക്തി, ഭാരം, വേഗത എന്നിവയുള്ള മാറ്റം കണ്ടുപിടിക്കൽ പ്രധാനമാണ്. ഈ നിയമം ഉപയോഗിച്ച് നാം വസ്തുക്കളുടെ കൃത്യമായി ചലനത്തെ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും കഴിയും.